പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ വ്യത്യസ്തമായ ഇലകളുള്ള അതിലേറെ ഭംഗിയുള്ള പൂക്കൾ തരുന്ന നിക്കോഡിയ എന്ന പ്ലാന്റിനെ കുറിച്ചാണ്. മരുഭൂമിയിലെ വസന്തം എന്നറിയപ്പെടുന്ന നിക്കോഡിയ എന്ന ഈ പ്ലാന്റിന് ഒത്തിരി പേരുകൾ വേറെയുണ്ട്. ടെക്സാസ് സേജ്, റെയിൻ സേജ്, പർപ്പിൾ സേജ്, ബാരോമീറ്റർ ബുഷ് എന്നിങ്ങനെ പല പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നു. ഇലകൾ കാണാത്ത വിധം പർപ്പിൾ നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഈ ചെടിയെ പർപ്പിൾ സേജ് എന്ന് വിളിക്കുന്നത്. ഈ ചെടി പൊതുവെ മരുഭൂമിയിലും വളരെ ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലുമാണ് കാണുന്നത്. അതിനാൽ ഈ ചെടി വാങ്ങുകയാണെങ്കിൽ സൺലൈറ്റ് കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ മാത്രമേ ഈ ചെടി നന്നായി വളരുകയും പൂക്കൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. ഇതിൻ്റെ ഇലകൾക്ക് സാധാരണ ചെടികളെ പോലെ ഡാർക്ക് ഗ്രീൻ കളറല്ല ഉള്ളത്. ഇലകളിൽ ഒരു സിൽവർ കോട്ടിംഗ് ഉണ്ട്. വെയിലിനെ പ്രതിരോധിക്കുവാനും ഇലകളിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കുവാനുമാണ് ഈ കോട്ടിംഗ്. എന്നാൽ നമ്മൾ ഈ ചെടി തണലത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലകളിലെ സിൽവർ കോട്ടിംഗ് പതുക്കെ പോയി പച്ച ഇലകളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഇലകളുടെ ഭംഗി നിലനിർത്തുന്നതിനും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതിനും നമ്മൾ ഈ ചെടിയെ വെയിൽ ഉള്ള സ്ഥലത്ത് തന്നെ വെക്കണം. ഈ ചെടിക്ക് വെള്ളം അധികം ആവശ്യമില്ല. ചെടിച്ചട്ടി ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതൊരു കുറ്റിച്ചെടി ആയതിനാൽ നമുക്ക് ഈ ചെടിയെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് നിർത്താം. ബോർഡർ പ്ലാന്റായും ഈ ചെടിയെ വളർത്താം. ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത, ഓരോ ഇലകളുടെ നോഡിൽ നിന്നും മൊട്ടുകൾ ധാരാളം ഉണ്ടാകും. ചെടിയിൽ എത്രത്തോളം ഇലകളുണ്ടോ അത്രയും പൂക്കൾ ഉണ്ടാകും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ്. ചെടിയുടെ മുകൾ ഭാഗത്ത് കാണുന്ന അധികം മൂക്കാത്ത തണ്ട് കട്ട് ചെയ്ത് മണ്ണും ചാണകപ്പൊടിയും ചേർത്ത പോട്ടിംഗ് മിക്സിൽ നട്ടാൽ മതി. നട്ടതിന് ശേഷം കുറച്ച് ദിവസം ചെറിയൊരു ഷെയ്ഡിൽ വയ്ക്കണം. ചെടികളെ കൂടുതൽ സ്നേഹിക്കുന്നവർക്കും ഗാർഡനിൽ പൂക്കൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നവർക്കും ടെക്സാസ് സേജ് എന്ന നിക്കോഡിയ പ്ലാന്റിനെ വളർത്താവുന്നതാണ്. ഇത്രയുമൊക്കെയാണ് നിക്കോഡിയ പ്ലാന്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. പുതിയൊരു ഗാർഡൻ ടിപ്സുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.